മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബേത്ലഹേമിൽ ഒരു പൈതലിനെ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ബേത്ലഹേമിൽ അവൾ മരിച്ചു. ബേത്ലഹേമിൽ അവൾ നിലവിളിയോട് പറഞ്ഞു, എനിക്ക് ലഭിച്ച ഈ കുഞ്ഞ് വേദനയുടെ കുഞ്ഞാണ്. എന്നാൽ പിൽക്കാലം കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ബേത്ലഹേമിൽ അയച്ചിട്ട് അതൊക്കെ സകല രാശിയുടെയും മാനവരാശിയുടെയും കണ്ണുനീരിനെ വേദനകളെ മാറ്റുവാൻ വേണ്ടിയിട്ട് ലോകരക്ഷിതാവിനെ ബേത്ലഹേമിൽ അയച്ചു. അന്നും എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നു? അനേക നിലവിളികൾ. ഇനി സെക്കൻഡ് ഫുൾഫിൽമെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ജെറമ്യാ ചാപ്റ്റർ 40:1 പഠിക്കുമ്പോൾ അന്നത്തെ നെബൂഖദ്നേസറിന്റെ അകമ്പടി നായകൻ എന്ത് ചെയ്തെന്നറിയാമോ? ഇസ്രായേൽ മക്കളെ അല്ലെങ്കിൽ യഹൂദന്മാരെ പിടിച്ച് ക്യാപ്റ്റീവായിട്ട് പിടിച്ചിട്ട് അതിനകത്ത് ജെറമ്യാവ് ഉണ്ടായിരുന്നു. അവരെ ചങ്ങല ധരിപ്പിച്ച് രാമയിൽ കൊണ്ടുവന്നു. Rama was become a great place for collect all these people. അവരിതിന്റെ രാമയിലാണ് എല്ലാവരെയും കൊണ്ടുവന്ന് ഈ അടിമകളെ യഹൂദിയിൽ നിന്ന് കളക്ട് ചെയ്ത സകല അടിമകളെ എന്ത് ചെയ്ത് രാമയിൽ കൊണ്ടുവന്നു. ബിഫോർ ദേ ആർ ഗോയിങ് ടു എക്സൈൽ ഇൻ ബാബിലോൺ. ബാബിലോണിലേക്ക് പോകുന്നതിന് മുമ്പത്തെയാണ് രാമയിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ രാമയിൽ വലിയൊരു അടിമക്കൂട്ടം യഹൂദന്മാർ അടിമയായി നിൽക്കുമ്പോൾ അവിടെ ചില മാതാക്കൾ ഈ കുഞ്ഞുങ്ങളെ പ്രതി കരയുകയാണ്. അവിടുന്ന് എല്ലാവരെയും കൊണ്ടുപോയില്ല. മുലകുടി മാറാത്ത കുഞ്ഞുങ്ങളെയും ശേഷിയില്ലാത്തവരെയും പ്രായമായവരെയൊക്കെ എന്താണ് അവിടെ ഈ നെബൂഖദ്നേസർ അവരുടെ ടീം ഉപേക്ഷിച്ചിട്ടാണ് പോയത്. അവരെ അവിടെ നിർത്തിയിട്ട് പോയി പ്രാപ്തിയുള്ള യൗവനക്കാരെയും നല്ല പ്രാപ്തിയുള്ള ആളുകളെയും ബാലകന്മാരെയൊക്കെയാണ് വെറുതെ കൊണ്ടുപോയത്. അപ്പോൾ ഇവിടെ ഈ വലിയൊരു അടിമക്കൂട്ടത്തെ കണ്ടുകൊണ്ട് മക്കളെ നഷ്ടപ്പെട്ടു പോയ ഈ ജനം, ഈ അമ്മമാർ, ഈ ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 35:15 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഇത് നടക്കുന്നതിന് മുമ്പേ പ്രവാചകൻ പ്രവചിക്കുകയാണ്, മക്കളെ നഷ്ടപ്പെട്ട അമ്മമാർ രാമയിൽ റാഹേലിനെ പോലെ നിലവിളിക്കുന്നു. By seeing this situation, they bitterly they were crying. അവരിവിടെ കരയുകയാണ്. തങ്ങളുടെ മക്കളെ നഷ്ടപ്പെട്ടു പോയല്ലോ, യൗവനത്തിലെ മക്കളെ നഷ്ടപ്പെട്ടു പോയല്ലോ. ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഭ്രാന്തികളെ പോലെ നിലവിളിക്കുന്ന അമ്മമാർ അന്ന് റാഹേലിനെ റെപ്രസെന്റ് ചെയ്യുക. എന്നാൽ സ്വർഗത്തിലെ ദൈവം അന്ന് നിലവിളിച്ച ആ മാതാക്കളുടെ കണ്ണുനീരിനെ, ആ മാതാപിതാക്കളുടെ കണ്ണുനീരിനെ ഓർത്തു. Even though they are going as a captive, അവരിപ്പോൾ എക്സൈൽ പോകുന്നത് ക്യാപ്റ്റീവായിട്ടാണ് പോകുന്നത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം അമ്മമാരുടെ കണ്ണുനീരിനെ ഓർത്തു. അവരെ ബാബേലിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെയും ദൈവം അവരെ പ്രൊട്ടക്ട് ചെയ്തു, അവരെ ഹോണർ ചെയ്തു എന്നാണ് കാണുന്നത്. God has chosen some great leaders. Daniel and our friends Ezra, മോർദെഖായി, ചില ഗ്രേറ്റ് ലീഡേഴ്സിനെ എവിടെ ചെയ്തു? ദൈവം ഇവരുടെ പ്രൊട്ടക്ഷനും രക്ഷയ്ക്കും വേണ്ടിയിട്ട് ഒരുക്കി. വാട്ട് ഇസ് ദ റീസൺ? There were some mothers were trying for their children. ആ അമ്മമാര് നിലവിളിച്ചത് സ്വർഗത്തിലെ ദൈവം കേട്ടതുകൊണ്ട് ജെറമ്യാവ് അതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ചില വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചു പറഞ്ഞു, അമ്മമാരെ നിങ്ങൾ റാഹേലിനെ പോലെ നിലവിളിച്ചു കൊള്ളുക, എന്നാൽ നിങ്ങളുടെ കണ്ണുനീരിനെയും കരച്ചിലിനെ അടക്കിക്കൊള്ളുക. കാലം കഴിയുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ മക്കളെ ഈ രാജ്യത്തേക്ക് തന്നെ മടക്കിക്കൊണ്ട്. അവർ അന്ന് തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നിലവിളിക്കുകയും ദൈവത്തോട് തങ്ങളുടെ കുറ്റങ്ങളെ ഏറ്റുപറയുകയും ചെയ്യും. എന്നാൽ ആ അമ്മമാരുടെ കണ്ണുനീരിനെ ദൈവം ഓർത്തിട്ട് ബാബേലിൽ ഇപ്പോൾ എന്താണ്, അല്ലെങ്കിൽ ബാബിലോണിലേക്ക് ഇവർ അടിമകളായി പോയെങ്കിൽ അവർ മടങ്ങി വരുന്നത് അവർ അടിമകളായിട്ടല്ല, അവർ ഒരു ഹോളി നേഷനായിട്ട്, ഒരു ഹോളി പീപ്പിൾ ആയിട്ടാണ് അവർ മടങ്ങി വരുന്നത്. ദൈവം രാജാക്കന്മാരുടെ ഹൃദയത്തെ എന്ത് ചെയ്തു? ഒരുക്കി. മെദോ പേർഷ്യനോടും കൽദേ രാജാക്കന്മാരെയും എന്ത് ചെയ്യുന്നത്? അവരെന്താണ്? ദൈവം സംസാരിച്ചു, തന്റെ ജനത്തെ അവിടെ പ്രൊട്ടക്ട് ചെയ്തു, തന്റെ ജനത്തെ അവിടെ ഹോണർ ചെയ്തു. അവരെന്താണ്? തിരിച്ചു കൊണ്ടുവരുന്നത് അവർ അടിമകളായിട്ടല്ല. They are coming as a holy nation. Once they were chained, അവർ ഒരിക്കലും chained ആയി, അവർ ചങ്ങല ധരിച്ചാണ് പോകേണ്ടി വന്നത്. ഇന്നവർ ചങ്ങല ധരിച്ചല്ല വരുന്നത്. ഇന്നവർ രാജകീയ പുരോഹിത വർഗമായിട്ട് രാമയിൽ കൂടിയും ജെറുസലേമിൽ കൂടിയും ബേത്ലഹേമിലും യഹൂദയിൽ കൂടിയും അവർ ഇന്ന് മാർച്ച് ചെയ്യുന്നത്.
അന്നവർ പരാജയത്തിന്റെ കൊടിയുമായിട്ടാണ് പോയെങ്കിൽ ഇന്നവർ വിജയത്തിന്റെ കൊടിയുമായി എന്താണ് യെരൂശലേമിൽ കൂടി വരികയാണ്, കാബയിൽ കൂടി വരികയാണ്. അവർ മാർച്ച് ചെയ്യുന്നു. അവരെ നിന്ദിച്ച ഒരു ജാതി, മറ്റു സ്ഥലങ്ങളിൽ നിന്ന് നിന്ദിച്ച ജാതികളുടെ മുമ്പിൽ എന്താണ് ഇന്നവർ ആവരിക്കപ്പെട്ടു മടങ്ങി വരുന്നു. What is the reason? There were some mothers were crying like Rachel. Everything happened because of this, their disobedience. But God remembered their repentance. അവരുടെ അനുതാപത്തെ ദൈവം ചെയ്തു ഓർത്തു. റേച്ചലും എന്താണ് തന്റെ ഡിസൊബീഡിയൻസ് കൊണ്ടാണ് തനിക്കും എന്ത് ചെയ്ത് ഇങ്ങനെ ഒരു വേദന അനുഭവിക്കേണ്ടി വന്നത്. What was the disobedience she did? അവൾ തന്റെ ഭവനത്തിൽ നിന്ന് തന്റെ ഭർത്താവിനോടുകൂടെ ചേർന്ന് വരുമ്പോൾ, കനാൻ ദേശത്തേക്ക് വരുമ്പോൾ, തന്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്റെ പിതാവിന്റെ പൂജാമുറിയിലെ പാരമ്പര്യ വിഗ്രഹങ്ങളെയും മോഷ്ടിച്ചുകൊണ്ടാണ് വന്നത്. ഈ വിവരം അറിഞ്ഞ തന്റെ സഹോദരൻ അവരെ പിന്തുടർന്ന് വന്ന് ചോദിച്ചപ്പോൾ അവൾ തന്റെ ഭർത്താവിനെയും തന്റെ കുടുംബത്തെയും അത്യുന്നതനായ ദൈവത്തെയും എന്ത് ചെയ്തു? ഡിസോണർ ചെയ്തു. അങ്ങനെ ചോദിച്ചു, നീ എന്തിനാ എടുത്തുകൊണ്ട് വന്നതെന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ എന്തിനാ മോഷ്ടിച്ചുകൊണ്ട് വന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞങ്ങൾ എടുത്തിട്ടില്ല. ബട്ട് ഗോഡ് കൗണ്ടഡ് ദാറ്റ്. അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് കനാൻ ദേശത്തേക്ക് പ്രവേശിപ്പാനും കഴിഞ്ഞില്ല. ആ യൗവനത്തിൽ തന്നെ അവൾ മരിപ്പാനും ഇടയായി. എന്നാൽ അവളുടെ മരണത്തിന് മുമ്പ് ദൈവത്തിന്റെ സന്നിധിയിൽ തന്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞത് കൊണ്ടായിരിക്കാം സ്വർഗത്തിലെ ദൈവം ബെഞ്ചമിനെ ഓണർ ചെയ്തു. സ്വർഗത്തിലെ ദൈവം ബേത്ലഹേമിനെ ഓർത്തു. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, ഇന്ന് രാത്രി ചില മാതാപിതാക്കൾ തങ്ങളുടെ തലമുറയെ പ്രതി നിലവിളിക്കുന്ന ചില അനുഭവങ്ങൾ നമുക്ക് ലോകമെമ്പാടും കാണാൻ കഴിയും. അവരുടെ മക്കൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകലുന്നതായി അവർ ഫീൽ ചെയ്യുന്നു. അവരുടെ മക്കൾ അവരുടെ മാതാപിതാക്കളെ റെസ്പെക്ട് ചെയ്യുന്നില്ല. അവരുടെ മക്കൾ പലപ്പോഴും അവർ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ സ്പിരിച്വലി അവർ കോപ്പറേറ്റ് ചെയ്യുന്നില്ല. ഈ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ പ്രതി എന്താണ് നിലവിളിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥന വൃഥാവാക്കരുത്. അന്ന് റാമയിൽ നിന്ന് നിലവിളിച്ച അമ്മമാരുടെ കണ്ണുനീരിനെ സ്വർഗത്തിലെ ദൈവം ഓർത്തുവെങ്കിൽ, അന്ന് റാമയിൽ നിന്ന് ബേത്ലഹേം വരെ നിലവിളിയോടുകൂടി കരഞ്ഞുകൊണ്ടുവന്ന റേച്ചലിനെ ദൈവം ഓർത്തുവെങ്കിൽ, ഇന്ന് മക്കൾക്ക് വേണ്ടി കരയുന്ന ചില അമ്മമാരുടെ കണ്ണുനീരിനെ സ്വർഗത്തിലെ ദൈവം ഓർക്കുക തന്നെ ചെയ്യും. ഇന്ന് മക്കൾക്ക് വേണ്ടി കരയുന്ന ചില മാതാപിതാക്കളുടെ പിതാക്കന്മാരുടെ കണ്ണുനീരിനെ സ്വർഗത്തിലെ ദൈവം ഓർക്കുക തന്നെ ചെയ്യും. അവരെന്ത് ചെയ്യും? ദൈവം ഓണർ ചെയ്യുക തന്നെ ചെയ്യും. പ്രോബബിലി അവർ നിങ്ങൾ സേവിക്കുന്ന നിങ്ങളുടെ ദൈവത്തെ സേവിപ്പാൻ മനസ്സ് കാണിക്കുന്നില്ലായിരിക്കാം. നമ്മൾ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇട്ടുവച്ചിരിക്കുന്ന ബൗണ്ടറീസിൽ നിന്ന് അവർക്ക് പുറത്തു വരുവാൻ അവർ താല്പര്യപ്പെടുന്നു. അവർ തന്നെ ഇതിൽ നിന്ന് ഭേദിച്ച് തങ്ങളുടേതായ വഴികളിൽ നടപ്പാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ജെറമ്യാ പ്രവാചകൻ അതിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നത്, 18-ാം വാക്യത്തിൽ പറയുന്നു, നീ അന്വേഷിച്ച് 17-ാം വാക്യം വായിക്കാം. 16 മുതലുള്ള നമുക്ക് വായിക്കാം ആദ്യം. നിന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലമുണ്ടാകും. അവർ ശത്രുവിന്റെ ദേശത്ത് നിന്ന് മടങ്ങി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ ഭാവിയെ കുറിച്ച് എനിക്ക് പ്രത്യാശയുണ്ട്. ലിസൺ മീ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് വിളിച്ചു പറയാണ്, ഇസ്രായേലേ, നിന്റെ തലമുറയെ കുറിച്ച് എനിക്കൊരു പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. നിന്റെ മക്കൾ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ പ്രതി കരയുന്നുവെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾ നിലവിളിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവസന്നിധിയിൽ കരയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചിന്തിക്കുകയാണ് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു, അകന്നു പോകുന്നു എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് മടങ്ങി വരും. കാരണം അവർ എന്തുകൊണ്ട് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? പ്രവാചകൻ അവിടെ താഴ്ത്തു പറയുന്നുണ്ട്, they are like an untrained bull. മെരുക്കമില്ലാത്ത കാളക്കുട്ടി. മെരുക്കമില്ലാത്ത കാളക്കുട്ടി എന്ന് പറയുമ്പോൾ അതിന് തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഓടി നടക്കും.
തന്റെ യജമാനൻ എന്ത് ചെയ്യണേ അതനുസരിപ്പാൻ താല്പര്യപ്പെടുന്നില്ല. തനിക്ക് ബോധിച്ചതുപോലെ എന്ത് ചെയ്യണേ ഓടുന്നു. എന്ന് ടീനേജേഴ്സ് തങ്ങൾക്ക് തോന്നുന്നത് പോലെ ബിഹേവ് ചെയ്യുകയും തങ്ങൾക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനും ആഗ്രഹിക്കുന്നു. They are trying to come out from the boundary which we laid for their protection. They are trying to break that one. What's the reason? The world is behind them. They are loving this world. അവർ ഈ ലോകത്തെ സ്നേഹിക്കുന്നു. എന്നാൽ നമ്മൾ അവർക്ക് ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്. അവർ അതിൽ നിന്ന് ചാടാതിരിപ്പാൻ അവർക്ക് അതൊരു മുള്ളായിട്ട് തോന്നുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ യൗവനക്കാരോട് ഞാൻ വിളിച്ചു പറയുകയാണ്, നിന്റെ മാതാപിതാക്കളും നിന്റെ പാസ്റ്റേഴ്സ്മാരും നിന്റെ സ്പിരിച്വൽ പേരൻസും ഒക്കെ നിനക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ദോഷത്തിനല്ല, അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടത്രേ. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ മാതാപിതാക്കൾ അവർ സെർവ് ചെയ്ത ആ ദൈവമത്രേ അവർ പ്രശ്നങ്ങളിൽ കൂടി കടന്നുപോയപ്പോൾ അവരുടെ രക്ഷയ്ക്കായിട്ട് കടന്നു വന്നത്. എന്നെ കേൾക്കുന്ന പ്രിയജനമേ, ഇന്ന് നീ ചിന്തിക്കും നീ ഒരു അൺട്രെയിൻഡ് ബുൾ ആണ് എന്ന്. എന്നാൽ നീ ഓർത്തുകൊള്ളുക, ഏത് അൺട്രെയിൻഡ് ബുള്ളിനെയും ആ യജമാനൻ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. ആ കാളയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മൂക്ക് കയറ് കുത്തും. അതുപോലെ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി വിളിച്ചു പറയുകയാണ്, if you are trying to come out from this boundary, God is going to catch you with a hook. ദൈവം നിങ്ങളെ എതിരെ പിടിക്കും. നീ എത്ര ഓടിക്കോ, you behave as you like, but God is following you. ദൈവം നിന്നെ പിന്തുടരുന്നുണ്ട്. നിന്നെ ചൂണ്ടയിൽ കുരുക്കുന്നത് പോലെ കുരുക്കും. The reason your parents are crying behind. നിന്റെ അമ്മമാര് നിന്റെ അപ്പന്മാർ നിങ്ങൾക്ക് വേണ്ടി കരയുന്നുണ്ട്. അവരുടെ കണ്ണുനീരിനെ നീ ഓർത്തുകൊള്ളുക, അവരുടെ കരച്ചിലിനെ നീ ഓർത്തുകൊള്ളുക. അത് വെയിൻ ആകില്ല. It will not going to be a vain. It will fulfill their prayer, their supplications. The answer will come into their own bosom. അവരുടെ മാർവിടത്തിലേക്ക് എന്ത് ചെയ്ത് മടങ്ങി വരും. നീ ഓടുന്നത് വൃഥാവാകുന്നു. നീ ആ ബൗണ്ടറിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ നോക്കുന്നത് വൃഥാവാകുന്നു. ഒരിക്കൽ നിനക്ക് ദൈവത്തിന്റെ ചൂണ്ടയിൽ എന്ന് കുരുക്കപ്പെടേണ്ടി വരും. അന്നെന്താണ് ഇവിടെ പറയുന്നത്? യിരെമ്യാ പ്രവാചകൻ പറയുന്നത് പോലെ നീ എന്നെ ശിക്ഷിച്ചു. ഇംഗ്ലീഷിൽ പറയുന്നത് ചാസ്റ്റൈസ്ഡ് എന്നാണ് പറയുന്നത്. ചാസ്റ്റൈസ്ഡ്. Chastisement is not a severe punishment. It is a small, disciplinary action from the Lord. But if you go beyond that, then you need to face a severe disciplinary action like a punishment. Do you need a punishment or do you need a favor from God? Listen my words. And listen your parents and your pastors, those who are teaching you and trying to bring you into the saving knowledge of Christ. Obey your parents and your spiritual fathers. You can choose it where you want to go. നിങ്ങൾക്ക് ഏത് വഴി വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. But do you need favor from God or do you need chastisement or punishment from God? It's in your hands. But don't forget that God is following you. ദൈവം നിങ്ങളെ പിന്തുടരുന്നുണ്ടെന്നുള്ള കാര്യം ഒത്തിരി ഓർത്തുകൊള്ളുക. കാരണം നിന്റെ മാതാപിതാക്കളുടെ കണ്ണുനീര് അതിന്റെ പുറകിൽ നിൽക്കുന്നുണ്ട്. Because they are spiritual people. They are the honored people. They are the chosen people. That's why you are also going to be honored by our God. Once you surrender your life before the Lord, definitely it is not a vain. It will be a blessing for you, my dear. നിങ്ങൾക്ക് അത് അനുഗ്രഹമായി തീരും. ഇന്ന് രാത്രി ഞാൻ വീണ്ടും നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. 19 പറയുന്നു, ഞാൻ തെറ്റിപ്പോയ ശേഷം അനുദപിച്ച് ഉപദേശം ലഭിച്ച ശേഷം തുടമേൽ അടിച്ച് നാണിച്ചും ലജ്ജിച്ചും ഇരിക്കുന്നു. എന്റെ യൗവനത്തിലെ നിന്നെയല്ലോ ഞാൻ വഹിക്കുന്നത് എന്നിങ്ങനെ എഫ്രൈം വിലപിക്കുന്നത് ഞാൻ നല്ലവണ്ണം കേട്ടിരിക്കുന്നു. What is the reason
നിന്റെ യൗവനത്തിൽ നീ ചെയ്തു കൂട്ടിയതായ നിന്റെ ദുഷ്ടപ്രവൃത്തികൾ അത്രേ ഇന്ന് നിന്നെ ദൈവം ശിക്ഷിപ്പാനിടയായി. ഇസ്രായേലെ, നിനക്ക് ഇങ്ങനെ ഒരു പ്രയാസം വരുവാൻ, എഫ്രൈമേ, നിനക്ക് ഇങ്ങനെ ഒരു പ്രയാസം വരുവാൻ കാരണം നിന്റെ യൗവനത്തിൽ നീ കാണിച്ചു കൂട്ടിയതായ ദൈവത്തോടുള്ള നിന്ദയും അപമാനവും അത്രേ. എന്നാൽ നീ ഓർത്തുകൊള്ളുക, ദൈവം നിന്നെ നിശ്ചയമായും ശിക്ഷിക്കാതെ വിടുകയില്ല. It will be like a small disciplinary action, like a chastisement. അതുകൊണ്ട് നിനക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവാചകൻ ഇസ്രായേൽ മക്കൾ പറയുന്നത് പോലെ അനുദപിച്ച് പറയുവാനുള്ള ഒരു സമയമാകുന്നു ഇന്ന് രാത്രി. If you are perverted and gone away from the hand of God, this is a time for you to repent yourself and speak to the Lord. Lord, you bring me back. I don't need any punishment. I don't need any chastisement. I am ready to surrender myself. My dear beloved, especially the teenagers, I am going to urge you. If you surrender yourself in the hand of God, you are going to be honored by your God, because your parents' prayers is behind you. എന്നെ കേൾക്കുന്ന പ്രിയ ജനമേ, മാതാപിതാക്കളെ, നിങ്ങൾ ഈ റാഹേലിനെ പോലെ അല്ലെങ്കിൽ ഇസ്രായേലിലെ അമ്മമാരെ പോലെ നിങ്ങളുടെ മക്കളെ പ്രതി ഇന്ന് രാത്രി വിലപിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചില വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന ചില മാതാപിതാക്കൾ ഇന്ന് രാത്രി എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ തലമുറകളെ പ്രതി ചില നാളുകളായി കണ്ണുനീർ ഒഴുക്കുന്നവരുണ്ട്. അവരോട് എനിക്ക് നിന്ന് വിളിച്ചു പറയുവാനുള്ളത്, നിങ്ങളുടെ കണ്ണുനീർ വൃഥാവാകുകയില്ല. As he honored Rachel in Bethlehem, definitely God is going to honor your children. As he honored the mothers who were cried into the Lord in Ramah, their children came back to Jerusalem or in Judea as a holy nation. Definitely God is going to change your children. Amen. Definitely God will mold them and guide them and bring back into the saving knowledge of our Lord. നിങ്ങൾ അവരുടെ വിദ്യാഭ്യാസത്തെ പ്രതി, ഫ്യൂച്ചറിനെ പ്രതി ഭാരപ്പെടുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊള്ളുക, നിലവിളിച്ചുകൊള്ളുക. നിങ്ങളുടെ പ്രാർത്ഥന വൃഥാവാകുകയില്ല. നിങ്ങൾ എവിടെ നിന്ദിക്കപ്പെട്ടോ അതേ സ്ഥാനത്ത് തന്നെ ദൈവം നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. Once their children were marching as a captive, അവര് ക്യാപ്റ്റീവിനെ പോലെയാണ് മാർച്ച് ചെയ്തത്. ഇന്ന് അവർ വരുന്നത് എന്താണ്? ക്യാപ്റ്റീവ് ആയിട്ടല്ല, അവർ തിരിച്ചു വരുന്നത് ഒരു ഹോളി നേഷൻ ആയിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രതി കരയുകയാണെന്നുണ്ടെങ്കിൽ, അവരെന്താണ് ചില പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നു, അവർക്ക് ചില വിടുതൽ വേണമെന്ന് നിങ്ങൾ കരയുന്നുവെങ്കിൽ, നാളുകൾ കഴിയുമ്പോൾ നീ ഓർത്തുകൊള്ളുക, നീ എവിടെ നിലവിളിച്ചോ, അമ്മമാർ റാമയിൽ നിലവിളിച്ചതുപോലെ, അവരുടെ മുമ്പിൽ കൂടി തന്നെ റാമയിൽ അവർ മാർച്ച് ചെയ്തതുപോലെ, ഇന്ന് രാത്രി നിന്റെ മക്കളും നീ എവിടെ നിലവിളിച്ചുവോ, നീ എവിടെ മറ്റുള്ളവരാൽ പരിഹസിക്കപ്പെട്ടുവോ, ജാതികളുടെ മുമ്പിൽ എവിടെ ഡിസോണർ ചെയ്യപ്പെട്ടുവോ, അതേ സ്ഥാനത്ത് നിന്റെ മക്കളും ദൈവത്താൽ ആദരിക്കപ്പെടുക തന്നെ ചെയ്യും. ഇത് ദൈവത്തിന്റെ ആത്മാവിൽ ദൈവത്തിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് ദൈവാത്മാവ് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയജനമേ, എസ്പെഷ്യലി the teenager, God want to speak to you. Let's read 20. എഫ്രയീം, എന്റെ വാത്സല്യപുത്രനോ, ഓമനക്കുട്ടിയോ, ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും അവനെ കുറിച്ച് എന്റെ മനസ്സിൽ സ്ഥായി തോന്നുന്നു. Now God is addressing these people. Ephraim, എഫ്രയീം, എന്റെ വാത്സല്യപുത്രനോ, my pleasant child. ദൈവം വിളിക്കുന്നത്, അവരെ വിളിക്കുന്നത് my pleasant child. എന്നെ കേൾക്കുന്ന പ്രിയജനമേ, ദൈവം എന്നെയും നിങ്ങളെയും വിളിപ്പാൻ ആഗ്രഹിക്കുന്നതും അതേ വിളിയാണ്. You are my pleasant child. എഫ്രയീമിനെ കുറിച്ച് ദൈവത്തിന് തന്റെ ഹൃദയത്തിൽ he was yearning for him. He was yearning for him. സ്ഥായി തോന്നുന്നു. ദൈവം അവരെ കുറിച്ച്
തന്റെ ഹൃദയം നുറങ്ങുന്നു. കേൾക്കുന്ന പ്രിയ ജനമേ, നീ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ ഓർത്തുകൊള്ളുക, ദൈവം നിന്നെ കുറിച്ച് തന്റെ ഹൃദയത്തിൽ വേദനിക്കുന്നുണ്ട്. നിനക്ക് ദൈവത്തെ വേദനിപ്പിക്കണമോ, നിന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കണമോ, നീ തിരഞ്ഞെടുത്തു കൊള്ളുക. ബട്ട് ഡെഫിനറ്റ്ലി റിമെമ്പർ ദാറ്റ് God is yearning for you. നിന്നെ കുറിച്ച് ദൈവം തന്നെ സ്ഥായിയായി ചിന്തിക്കുന്നു. നിന്നെ കുറിച്ച് ദൈവം തന്നെ ഹൃദയത്തോട് വേദന അനുഭവിക്കുന്നു. അതുകൊണ്ട് എന്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകുന്നു. എന്റെ ഉള്ളം അവനെ ഉരുകുന്നു. നിന്നെ പ്രതി, എന്നെ പ്രതി ദൈവം തന്നെ ഉരുകയാണ്. നാം ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുമ്പോഴൊക്കെയും. Do you want to call by our God as a pleasant child? God is remembering you always. ഞാൻ അവനോട് കരുണ കാണിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. If you want to listen to your parents, if you want to listen from your spiritual fathers, if you want to listen from your God's word, surrender yourself. God will show his mercy towards you. ദൈവം ഇന്ന് നിങ്ങളോട് കരുണ കാണിപ്പാൻ ആഗ്രഹിക്കുന്നു. Are you trying to come out from this boundary which your parents laid for your protection? Don't try to break it. It is for your favor and it is for your benefit. It will protect you because your parents, God, whom we are serving their teenage, in their whole life, that's the same God who helped them in their trouble. അതേ ദൈവമാകുന്നു അവരെ തങ്ങളുടെ പ്രശ്നത്തിൽ സഹായിച്ചത്. അതേ ദൈവം നിന്നെയും നിന്റെ യൗവനത്തിലും നിന്റെ ഇതൊക്കെ വാർദ്ധക്യത്തിലും ഒക്കെ നീ പ്രവേശിക്കുമ്പോൾ, നിനക്കൊരു പ്രശ്നം വരുമ്പോൾ അതേ ദൈവമേ നിന്നെ സഹായിപ്പാൻ കാണുകയുള്ളൂ. നിന്റെ ഫ്രണ്ട്സ് കാണുകയില്ല, നിന്റെ പ്രിയപ്പെട്ടവരാരും കാണുകയില്ല, നിന്നെ സഹായിക്കാമെന്ന് വാക്ക് തരുന്ന പലരും കാണുകയില്ല. എന്നാൽ നിന്നെ സഹായിപ്പാൻ ഈ ഒരു ദൈവമേ കൂടെയുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് രാത്രി ആ കർത്താവിലേക്ക് നീ ഒന്ന് നിന്റെ മുഖത്തെ ഉയർത്തുക. നിന്റെ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തുക. എന്റെ സഹായം എവിടെ നിന്ന് വരും? ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നിന്റെ തെറ്റുകളെ ഒരു നാൾ ഓർക്കുകയില്ല, നീ അനുതപിക്കുകയാണെന്നുണ്ടെങ്കിൽ. അതാണ് ദൈവജനത്തിൽ പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയവൻ മനുഷ്യൻ ഭാഗ്യവാൻ. നിന്റെ ലംഘനങ്ങളെയും നിന്റെ തെറ്റുകളെയും ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറയുക. ഇന്ന് രാത്രി നിനക്കൊരു അനുതാപം ഉണ്ടാകട്ടെ. നീ ഓടിയ ഓട്ടം ദൈവം ഓർക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, നീ ഓടിയ ഓട്ടം ഓർക്കുകയാണ്. ദാവീദ് പറയുന്നത് പോലെ, എന്റെ ഉഴൽച്ചകളെ നീ എണ്ണുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വെച്ചിരിക്കുന്നുവല്ലോ, അത് നിന്റെ പുസ്തക ചുരുളിൽ ഇല്ലേ? നീ പൊഴിച്ച കണ്ണുനീരും നീ ഓടിയ ഓട്ടവും എല്ലാം ഇന്ന് രാത്രി ദൈവം ഓർക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ടീനേജേഴ്സെ, നിന്റെ മാതാപിതാക്കളുടെ കണ്ണുനീരും അവരുടെ നെട്ടോട്ടവും അവരുടെ വേദനയും എല്ലാം സ്വർഗത്തിലെ ദൈവം ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അത് വൃഥാവാകുകയില്ല. It is in the book of remembrance. In the days to come, it will fulfill through your life. അതിനു വേണ്ടിയിട്ട് ആ ഫുൾഫിൽമെന്റ് പൂർത്തീകരിപ്പാൻ നീ നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ബാബിലോണിൽ ദൈവം തന്റെ കുഞ്ഞുങ്ങളെ അയച്ച് അവിടെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തി മടക്കിക്കൊണ്ടുവന്നതുപോലെ രാജാക്കന്മാരുടെ മുമ്പിലും അധികാരികളുടെ മുമ്പിലും ലോകത്തിന് മുമ്പിലും 127 സംസ്ഥാനങ്ങളുടെ മുമ്പിലും സ്വർഗത്തിലെ ദൈവം ഇസ്രായേലിനെ, യഹൂദന്മാരെ ഉയർത്തിയെങ്കിൽ now they are coming back to their holy land as a holy nation. Amen. Do you want to come like that? Do you want to honor like that? Surrender yourself tonight. Let's close our eyes. നമുക്കൊന്ന് കണ്ണടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ കേട്ട വചനത്തിന് മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുകയാണ് കർത്താവേ. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അടിയാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ.
ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ചില മാതാപിതാക്കളുണ്ട്. നാളുകളായി അവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പുതിയ ഭാരപ്പെടുന്നവരുണ്ട്. സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. കർത്താവെ, അവരുടെ മേൽ നിന്റെ അഭിഷേകത്തെ വെക്കണമേ. അവരുടെ മേൽ നിന്റെ ഫേവറിനെ അയക്കണമേ. അവരുടെ മേൽ നിന്റെ അനുഗ്രഹത്തെ അയക്കണമേ. അവർ നിന്റെ സന്നദ്ധയിൽ നിന്ന് ഓടിപ്പോവാൻ അനുവദിക്കരുതേ. ഒരു അൺട്രെയിൻഡ് ബുള്ളിനെ പോലെ ഓടുവാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അനുവദിക്കാതോണം അവരെ പിന്തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളുകളായി പ്രാർത്ഥിക്കുന്ന ആ മാതാപിതാക്കളുടെ കണ്ണുനീരിനെ നീ ഓർക്കണമേ. അവരുടെ കുഞ്ഞുങ്ങളെ നീ മാനിക്കണമേ. അവർ ഏത് ദേശത്ത് നിന്ദിക്കപ്പെട്ടുവോ അതേ ദേശത്ത് തന്നെ അവരെ കർത്താവെ, അവരെ കുഞ്ഞുങ്ങളെയും ആ മാതാപിതാക്കളെയും ഓർഡർ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബെറിയിലുള്ള സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സണ്ണിയെയും കുടുംബത്തെയും അവിടെയുള്ള ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെയും അവിടെയുള്ള യൗവനക്കാരെയും കുഞ്ഞുങ്ങളെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ദാസനാടിയൻ അവരെ അനുഗ്രഹിക്കുകയാണ് കർത്താവെ. ഞങ്ങളുടെ യൗവനക്കാർ ആരും നഷ്ടപ്പെട്ടു പോകാതെ വേണം സ്വർഗത്തിലെ ദൈവമേ സൂക്ഷിക്കണമേ. മാതാപിതാക്കളുടെ കണ്ണുനീരിനെ നീ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മകളാൽ നിറച്ചാണ്. രാത്രി ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. Thank you, Pastor, for allowing me to. No problem. Thank you. God bless you, Pastor. Thank you for coming. Okay, yes. God. Thank you. ദൈവാനുഗ്രഹിക്കട്ടെ. ഓർത്ത് പ്രാർത്ഥിക്കുക. Amen. തുടർന്നുള്ള പ്രാർത്ഥനയ്ക്കാൻ നെവിലിനെ ക്ഷണിക്കുന്നു. ദയവായിട്ട് നെവിൽ പ്രാർത്ഥിച്ചാൽ. Hallelujah, hallelujah. Father, thank you, Lord, for giving us this time, Lord, to come before presence, Master. Thank you, Lord, for blessing us, Lord, and keeping us safe and sound, Lord, today, Lord, Father. Hallelujah, from all our hard toils, Lord, Father, and I have worked today, Lord, Father, as we've come together to listen from the word of God and to praise you and worship you, Lord, Father. Lord, Father, hallelujah, we thank you, Lord Jesus, for giving us this opportunity, Father. Master, we worship you and we thank you, Lord, Father. Thank you, Lord, for speaking us through the word of God, Lord, Father. Thank you, Lord, for blessing your servant to preach from the word of the Lord, Father. We surrender our lives completely before your throne, Lord, Master. Hallelujah, Lord, Father. Hallelujah. Hallelujah, Lord, Father. Like Benjamin, Lord, Father. Coming days, Lord, Father. Enable us, Lord, Father, to, hallelujah, be, Lord, Father, learn from Jacob, Lord, Father. To learn, hallelujah, Lord, Father, from himself, Lord, Father. How to serve you, to honor you, Lord, Father. And live a Christ-centered life, Lord, Father. Hallelujah, Lord, Father, in this life that you've given us, Lord, enable us to honor you and to serve you at all times, Lord, Father. Hallelujah, even though the world may be drawing us, Lord, Father, even though the temptations may arise us against us, Lord, Father, enable us not to become, Lord, like the untamed bull, Lord, Father, but, Lord, Father, hallelujah, guard our hearts, our minds, our souls, Lord, Father, and enable us to do great and marvelous things for your name, Lord, Father. Hallelujah, Lord, Father, all the prayers, Lord, Father, behind us, Lord, Father, enable us to use it, Lord, Father, and Lord, Father, let it be a blessing in our lives, Lord, Father. Hallelujah, Lord, bless all our children, Lord, Father, bless our youth, teenagers, Lord, Father, in every areas of our life and the field, Lord, Father, you be with them and help them, Lord, Father. Hallelujah, wherever they need to go, Lord, give them the instructions and the guidance, Lord, Father, and Lord, Father, speak to them, Lord, Father. Hallelujah, Lord, Father, through studies of friends, Lord, Father, everything, Lord, let your protection, Lord, Father, and let your guidance be upon them, Lord, Father. Hallelujah, Lord, Father, do not consider their wrongdoings, Lord, Father. Enable them to turn away from the ways, Lord, Father, and know who they are serving, Lord, Father, and honoring, Lord, Father. And Lord, lift the name wherever they can, Lord, Father, to honor your name, Master. Bless us all, Lord, Father. Hallelujah, Lord, Father. Hallelujah, Lord, Father. Enable us to cry, Lord, Father, and pray for our children, Lord, Father. Lord, let it be a blessing, Lord, Father, in all our lives, Lord, Father. Father, bless us, Lord, in the coming days, Lord, Father. Lord, enable us to do great and marvelous things for your name and lift your name on high, Lord, Father. Hallelujah, Lord, Father, even in this difficult situation, Lord, Father, situations, Lord, Father, enable us to use our time wisely, Lord, Father. Hallelujah, to, Lord, Father, to meditate on the word of God. Hallelujah, to grow spiritually closer, Lord, Father. And, Lord, Father, have a disciplined and a committed life before you, Lord, Father. Hallelujah, Lord, Father. Hallelujah. Thank you, Lord, for giving us all these opportunities, Lord, Father, to grow in your presence, Lord, Father. And let it be for a spiritual edification, Lord, Father. We thank you, Master, for blessing us all once again, Lord, Father. All our brothers and sisters, we once again submit into your mighty hands, Lord, Father. Bless us, Lord. Let the Holy Spirit be upon us, Lord, Father. Hallelujah, Lord, Father. The blood of the Lamb be amongst all our life, and the wall of fire always around us to protect us, Lord, from all evil ways, Lord, Father.
Hallelujah, Lord Father, for blessing us all once again. Pray for our pastor, Lord. We pray for our family, Lord. Pray for our children. We pray for our brothers, sisters, everyone we are indebted to be praying for, Lord Father. Hallelujah. Bless us all, Lord Father. Give us a good sleep and help us to wake up in the morning tomorrow, Lord Father, and start our daily works, Lord Father. Thank you, Lord, for blessing us all once again. All those who ask, we pray for all the people who are sick and needy as well at this time, Lord Father, and who are suffering in these difficult times, Lord Father. Hallelujah. Protect them and give them a complete deliverance from all their sickness, Lord Father. Thank you, Jesus, for answering all our prayers and requests. In Jesus' name we pray. Amen. ആമീൻ ആമീൻ. പരിശുദ്ധനായ കർത്താവേ, ഞങ്ങളുടെ നല്ല ദൈവമേ, രാത്രിസമയം കർത്താവേ, ഞങ്ങൾക്ക് ഒന്നിച്ച് പ്രയർ ലൈനായിട്ട് കർത്താവേ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ചാരിപ്പാൻ ദൈവം സഹായിച്ചത് ഞങ്ങൾ പ്രാർത്ഥന ഒരുമിച്ച് ഒരുമനപ്പെട്ട് കർത്താവ് നിന്റെ സന്നിധി കിടന്നു വന്ന് പാടുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ കർത്താവ് ഞങ്ങൾക്ക് ഇടയാക്കിയല്ലോ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ കർത്താവ് എഴുന്നേൽപ്പിച്ചല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ദൈവ വിടുതലുകൾ നിന്റെ ജനത്തിന് അനുഭവിക്കാൻ ഇടയാക്കിയല്ലോ. കർത്താവെ നിന്നെ ഞങ്ങൾക്ക് സ്തുതിക്കുവാനും ആരാധിപ്പാനും നിന്റെ നാമത്തെ ഉയർത്തുവാനും കർത്താവ് വീണ്ടും ഇടയാക്കണമേ. അതിൽക്കാലം നിന്റെ കുഞ്ഞുങ്ങളെല്ലാം നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചയക്കുന്നു. കർത്താവ് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ ദൈവം സഹായിക്കണമേ. അതിൽക്കാലം ഞങ്ങളുടെ മധ്യ കൊണ്ടുവന്ന കർത്താനദാസനായ സ്തോത്രം. ഒരു റാഹേലിന്റെ കരച്ചിലിനെ കുറിച്ച് കേൾക്കുവാനായിട്ടിടയായല്ലോ. റാഹേലിന്റെ കരച്ചിൽ വൃഥാവായി പോകാതെ അത് തലമുറകൾക്ക് അനുഗ്രഹമായി കേൾക്കുവാൻ ദൈവം ഇടയാക്കിയല്ലോ. കർത്താവെ എന്റെ ദാസനെയും കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കാൻ സഹായിക്കുകയും വേലകളെയൊക്കെ ദൈവം മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണം. നമ്മളെ നിറയ്ക്കണമേ. കുടുംബമായിട്ട് സഹായിച്ചാൽ കർത്താവിന്റെ പേര് വർദ്ധിച്ചു വരാൻ ദൈവം ഇടയാക്കണമേ. കർത്താവ് രാത്രി കാലം കർത്താവ് സ്വസ്ഥതയോടെ സമാധാനത്തോടെ കാര്യപ്പാൻ ദൈവം സഹായിച്ചിട്ട് എല്ലാ പാറും ഏറ്റെടുക്കണം. കർത്താവിന്റെ കൃപയിൽ പുതിയ മരവിനായിട്ടൊരുക്കും. യേശു ക്രിസ്തു അൻപുള്ള നാമം തന്നെ. ആമീൻ.